നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം ഉന്നതരിലേക്ക് എത്തുമെന്ന് സൂചന. സ്വർണം നഷ്ടമായതിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കട്ടളപ്പാളിയിലെ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ സ്വർണം പൂശണമെന്നാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട് പ്രിന്റ് ചെയ്ത മിനിറ്റ്സിലുണ്ടായിരുന്നത്. ഇതിൽ പച്ചമഷി കൊണ്ട് സ്വർണം കൊണ്ടുപോയി പൂശുന്നതിന് എന്ന് എഴുതി ചേർത്തത് പത്മകുമാർ ഒപ്പിട്ടതായി SIT കണ്ടെത്തി. മിനിറ്റ്സിലെ കൈയ്യക്ഷരം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. പിച്ചള എന്ന ഉദ്യോഗസ്ഥ നിഗമനം വെട്ടി ചെമ്പാക്കിയത് പത്മകുമാറായിരുന്നു. ഇത് പത്മകുമാർ കോടതിയിലടക്കം സമ്മതിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് സ്വർണം പുറത്തു കൊണ്ടുപോയി പൂശാനുള്ള തീരുമാനവും പത്മകുമാറിൻ്റെതാണെന്ന് വ്യക്തമാകുന്നത്. ഇതോടെ പത്മകുമാർ കുടുക്കിലാകും. ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാരടക്കം 6 പേരെ പിടികൂടിയെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ സൂത്രധാരന്മാരായ വൻ തോക്കുകൾക്ക് മുന്നിൽ മുട്ടിടിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനെന്ന വാദവും ശക്തമാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് പ്രവർത്തിച്ചവരെയാണ് കണ്ടെത്തേണ്ടത്. പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും പോറ്റിയുമായി ബന്ധപ്പെട്ട വൻ തോക്കുകൾ പുറത്തുവരാനുണ്ടെന്നും ഹൈക്കോടതിയും വ്യക്തമാക്കിയിരുന്നു. ഉന്നതരുടെ പദ്ധതികൾക്കൊപ്പം നിൽക്കുകയായിരുന്ന ഇതുവരെ പിടിയിലായ പ്രതികളെന്നാണ് വിലയിരുത്തൽ. സ്വർണ്ണക്കൊള്ളയ്ക്ക് ആസൂത്രണം നടത്തിയതും പദ്ധതി ഉണ്ടാക്കിയതുമെല്ലാം ഇനിയും വെളിച്ചത്ത് വരാനുള്ളത് ഉന്നതരാണ്. പക്ഷെ അതിലേക്ക് അന്വേഷണം എത്തുന്നില്ല. ഇതിനിടെയാണ് പത്മകുമാറിനെതിരെ പുതിയ തെളിവ് ലഭിക്കുന്നത്. പത്മകുമാറിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 ബോർഡ് അംഗങ്ങളും രക്ഷപ്പെടുമെന്നാണ് സൂചന. ഇവരെ കേസിൽ പ്രധാന സാക്ഷികളാക്കും. ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട ശേഷം തിരുത്തൽ ആവശ്യമാണെങ്കിൽ അന്തിമ മിനിറ്റ്സിൽ വീണ്ടും പ്രസിഡന്റിനൊപ്പം മറ്റ് അംഗങ്ങളുടെയും ഒപ്പ് വാങ്ങേണ്ടതാണ്. എന്നാൽ ഇവിടെ അത് ഉണ്ടായിട്ടില്ല. അംഗങ്ങൾ അറിയാതെ പത്മകുമാർ നേരിട്ടിടപെട്ട് സ്വർണം പുറത്തെത്തിക്കാൻ നീക്കം നടത്തുകയായിരുന്നതിന് തെളിവാണിത്. അതുകൊണ്ടാണ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത്. സ്വർണം പുറത്തു കൊണ്ടുപോയി പൂശണമെന്ന പരാമർശം തങ്ങൾ ഒപ്പിട്ട മിനിറ്റ്സിൽ ഉണ്ടായിരുന്നില്ലെന്ന് ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കർദാസും P വിജയകുമാറും ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നു. പത്മകുമാറിന്റെ തിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തു കൊണ്ടുപോകാനുള്ള തീരുമാനം അറിയിച്ച ബോർഡ് സെക്രട്ടറി അന്തിമ ഉത്തരവിറക്കിയത്. ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലും പത്മകുമാർ സമാന ഇടപെടൽ നടത്തിയെന്ന് മൊഴിയുണ്ട്. പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശണമെന്ന് എഴുതാൻ പത്മകുമാർ നിർദ്ദേശിച്ചുവെന്നും പ്രസിഡന്റ് ആവർത്തിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് മിനിറ്റ്സിലില്ലാത്ത കാര്യം കൂടി ചേർത്ത് ഉത്തരവിറക്കിയതെന്നും ബോർഡ് സെക്രട്ടറിയായിരുന്ന ജയശ്രീ മൊഴി നൽകിയിട്ടുണ്ട്. ഗൂഢാലോചനയിൽ രാഷ്ട്രീയ ഉന്നതരുണ്ടെന്നും ആരോപണമുണ്ട്. മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിനെ പിടികൂടിയിട്ട് 16 ദിവസമായി. ദ്വാരപാലക ശില്പപാളി കേസിൽ കൂടി പത്മകുമാറിനെ പ്രതി ചേർത്തതല്ലാതെ കാര്യമായ നടപടികളൊന്നുമില്ല. സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചന പത്മകുമാറിന്റെ വീട്ടിൽ നടന്നെന്നും പോറ്റിയുമായി സാമ്പത്തിക ഭൂമി ഇടപാട് നടന്നെന്നും SIT പറഞ്ഞെങ്കിലും ആ വഴിക്ക് വിശദമായ അന്വേഷണം ഉണ്ടായില്ല. സ്വർണം പൊതിഞ്ഞതാണെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിലുണ്ടായിരുന്നിട്ടും അത് തിരുത്തി ചെമ്പുപാളികൾ എന്നാക്കിയത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും കണ്ടെത്തേണ്ടതുണ്ട്. മന്ത്രിക്ക് നൽകിയ ശുപാർശയാണ് താൻ പരിഗണിച്ചതെന്ന സൂചന പത്മകുമാർ നൽകിയിരുന്നു. എന്നാൽ ഇതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. അതിനാൽ തന്നെ കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. എന്നാൽ കടകംപള്ളിയിലേക്ക് സ്വർണ്ണക്കൊള്ളയുടെ കൈകൾ എത്തുന്നതായി ബന്ധപ്പെട്ട സൂചനകൾ ധാരാളം പുറത്തുവരികയും ചെയ്തിരുന്നു.